നമ്മളിപ്പോ കാലടിയിലുള്ള തറവാട് വീട്ടിലാണ് കേട്ടോ. ഈ കാലടിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യൻ. ഇവിടെ ചക്കയുണ്ട്, കപ്പയുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ചക്ക ഉണ്ടാവുന്ന മരം, പ്ലാവ്. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ മരം. ഇതില് അവിടെ വലിയ ബേർഡ് നെസ്റ്റും ഉണ്ട് അവിടെ. ഇത് കഴിച്ചിട്ട് എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും അതിനൊക്കെ മധുരം ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാ ജാതിക്കാന്റെ മരാണ്. ഇതിന് ഓരോ ചെറിയ ചെറിയ പൂവുണ്ടായിട്ട് അത് കായായിട്ടാണ് ഇതുപോലെ ഉണ്ടാവുന്നത്. മൂത്ത പറഞ്ഞ് ഞങ്ങള് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ പൂവ്. ഈ പൂവാണ് ഡെവലപ്പായി വലുതായി ഈ കായായിട്ട് വരിക. ഒട്ടി നിക്കണ്ട്. അതിൻ്റെ ഉള്ള റെഡ് കളറായി വരുന്ന കേട്ടോ കായ. ഇതാണ് ജാതിക്കൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ജാതിപത്രി. ഇതാണ് കായായിട്ട് വരുന്നത്. കായ ഇതും സ്പൈസസ് ആണ്. ഇതും സ്പൈസിന്റെ ഉള്ളിൽ വെക്കും. ഈ കായം സ്പൈസ് ബിരിയാണി നല്ലൊക്കെ ഇടുന്ന ജാതിക്കുരുവിന്റെ കായ. ഈ കായനെ ഉണക്കിയിട്ട് നമ്മൾ തല്ലിന്റെ തൊലി എടുത്ത് എന്നിട്ട് ഇതിനെ നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യാ. പരിപ്പ് പൊട്ടിച്ചതില്ലേ അത് കൊടുക്കും. പരിപ്പും അത് കൊടുക്കും. ആ കുടുങ്ങിട്ട് കുടുങ്ങുന്ന കായ എടുത്ത് നോക്കിയിട്ട് നമ്മൾ തല്ലി കഴിയാൻ പൊട്ടി കിട്ടുന്നത്. അതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിന്റെ പൂവ്. ഇതും ഇതുപോലെ വലുതായി കായായിട്ട് വരും. എന്നിട്ടൊരു വയലറ്റ് കളർ പോലെ വരും കേട്ടോ. അത് റെഡ് ചാമ്പയുടെ മരം. അതിന് നിറയെ ചാമ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലത് ഇവിടെ താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അത് യെല്ലോ കളർ ബാമ്പു ആണ്. യെല്ലോ കളർ ബാമ്പു. ഇതാണ് നമ്മുടെ ജാതിത്തോട്ടം. ഇതിന്റെ അടുത്ത് കൂടി തന്നെ പെരിയാറ് പോകുന്നു. ഇവിടെ നിറയെ കാടൊക്കെ പിടിച്ചിരിക്കുക. മണലുവാരല് കാരണം മണലൊക്കെ പോയി പുഴയിൽ കാടായി. പണ്ട് ഇവിടെയൊക്കെ മണപ്പുറമായിരുന്നു. അപ്പോൾ നമ്മൾ മണപ്പുറത്ത് കൂടെ നടക്കും, കളിക്കും, വഞ്ചിയിൽ പോവും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതാണ് ഒരു കൂണി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ചെളിയാ. തോണി ഒന്നും ഓടിക്കാൻ പറ്റും.